നമസ്കാരം. ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. ഓഡിയോ റിവിഷനാണ്, സമയം കളയേണ്ട, പെട്ടെന്ന് പഠിക്കാം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ്? ആനന്ദമഠം. വന്ദേമാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവൽ ഏതാണ്? ആനന്ദമഠം. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നാടകം നീൽ ദർപ്പൺ. നീൽ ദർപ്പണിൻ്റെ രചയിതാവ് ദീനബന്ധു മിത്ര. സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതി ഏതാണ്? ജന്മഭൂമി. സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് ജന്മഭൂമി. ഓടി വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ദേശ് രാഗത്തിലാണ് വന്ദേ മാതരം എന്ന ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ശങ്കരാഭരണമാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം നോക്കാം. വിവേകാനന്ദൻ്റെ പ്രധാന കൃതികൾ പഠിക്കാം. കർമ്മയോഗ, ഭക്തിയോഗ, രാജയോഗ ഇതൊക്കെ വിവേകാനന്ദ സ്വാമികളുടെ പ്രധാന കൃതികളാണ്. ദയാനന്ദ സരസ്വതിയുടെ കൃതികൾ വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക. ഇത് രണ്ടും ദയാനന്ദ സരസ്വതിയുടെ കൃതികളാണ്. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഈ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നവറോജിയുടെ പുസ്തകം ഏതാണ്? പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നതാണ് ചോർച്ച സിദ്ധാന്തം പ്രതിപാദിക്കുന്ന നവറോജിയുടെ പുസ്തകം. സാരേ ജഹാം സേ അച്ഛാ എന്ന ഗാനത്തിന് ഈണം നൽകിയത് ആരാണ്? പണ്ഡിറ്റ് രവിശങ്കറാണ് സാരേ ജഹാം സേ അച്ഛാ എന്ന ഗാനത്തിന് ഈണം നൽകിയത്. നമ്മൾ നീൽ ദർപ്പണിനെ കുറിച്ച് പറഞ്ഞല്ലേ. നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നാടകമാണ് നീൽ ദർപ്പൺ. നീൽ ദർപ്പണിൻ്റെ രചയിതാവ് ദിനബന്ധു മിത്ര. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടന ഏതാണ്? ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ. സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സേ അച്ഛാ എന്ന ഉറുദു ഗാനം രചിച്ചത്. മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ട് പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ്? മോഹൻ കൗൻസ് ആണ് മഹാത്മാഗാന്ധിജിയോടുള്ള ആദരസൂചകമായിട്ട് പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ രാഗം. ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റൊണാൾഡ് ഷേ ആണ് ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത്. സാവിത്രി എന്ന കൃതി രചിച്ചത് അരബിന്ദോ ഘോഷാണ് സാവിത്രി എന്ന കൃതി രചിച്ചത്. സോൾ ഓഫ് ഇന്ത്യ 1911 പ്രസിദ്ധീകരിച്ചതാണ് സോൾ ഓഫ് ഇന്ത്യ. ആരുടെ കൃതിയാണ്? ബിപിൻ ചന്ദ്രപാലിൻ്റെ കൃതിയാണ് സോൾ ഓഫ് ഇന്ത്യ. ബംഗാൾ വിഭജന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശഭക്തി ഗാനം ഏതാണ്? അമർ സോന ബംഗ്ല. അമർ സോന ബംഗ്ല എന്നത് ബംഗാൾ വിഭജന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശഭക്തി ഗാനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന കൃതി രചിച്ചത് പട്ടാഭി സീതാരാമയ്യയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന കൃതി രചിച്ചത്. ഭഗത് സിംഗിൻ്റെ കൃതി ഏതാണ്? വൈ ഐ ആം എൻ ഏത്തിസ്റ്റ് എന്നത് ഭഗത് സിംഗ് രചിച്ച കൃതിയാണ്. സത്യാർത്ഥ പ്രകാശം രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ഹിന്ദി. ആരുടെ കൃതിയാണത്? ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ്. അത് രചിക്കപ്പെട്ട ഭാഷ ഹിന്ദിയാണ്. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. പാലിയം സത്യാഗ്രഹം നടക്കുമ്പോൾ അന്തർജന സമാജത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആര്യ പള്ളം. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യം ഏതാണ്? ദുരവസ്ഥ. മാമാങ്കത്തിന് വേദിയായിരുന്ന തിരുനാവായ ഏത് ജില്ലയിലാണ്? മലപ്പുറം. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആനി മസ്ക്രീൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മുന്നോടിയായിട്ട് കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കാൽനടയാത്ര നയിച്ചത് ആരാണ്? 16 പേരുടെ കാൽനടയാത്ര നയിച്ചത് ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. 1921 ചേരമർ മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. 23ാമത്തെ വയസ്സിൽ കാൽനടയായി സബർമതിയിലെത്തി ഗാന്ധിജിയെ സന്ദർശിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആനന്ദ തീർത്ഥൻ. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം എന്താണ്? ഓം സാഹോദര്യം സർവത്ര. വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച ജീവശിഖ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ.
സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായ സാധുജന പരിപാലിനി, അതിൻ്റെ ആദ്യത്തെ പത്രാധിപർ ആരാണ്? കാളി ചോതിക്കറുപ്പൻ. സർവീസ് എന്ന പ്രസിദ്ധീകരണം ഏത് സമുദായ സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? NSS. വൈക്കം സത്യാഗ്രഹം എത്ര മാസം വരെ നീണ്ടു നിന്നിരുന്നു? 20 മാസം. നാനാജാതി മതസ്ഥർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനായി 1935 പാലക്കാട് ജില്ലയിൽ കോളനി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരാണ്? ചിറയിൻകീഴ് CP ഗോവിന്ദപിള്ള. 1907 കേരള നായർ സമാജം സ്ഥാപിച്ചത് ആരാണ്? C കൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് C അച്യുതമേനോൻ. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എവിടെയാണ്? കോഴിക്കോട്. കുലശേഖര രാജാക്കന്മാരുടെ തലസ്ഥാനം മഹോദയപുരം. നമഃശിവായ എന്ന വന്ദനവാക്യത്തിൽ ആരംഭിക്കുന്ന ചരിത്രരേഖ വാഴപ്പള്ളി ശാസനം. കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ രാജവംശം. എടയ്ക്കൽ ഗുഹകൾ ഏതു ജില്ലയിലാണുള്ളത്? വയനാട്. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന തമിഴ് കൃതി ഏതാണ്? മധുരൈ കാഞ്ചി. കേരളം ഏറ്റവും കൂടുതൽ തവണ സഞ്ചരിച്ച വിദേശ സഞ്ചാരി ആരാണ്? ഇബൻ ബത്തൂത്ത. ശങ്കരാചാര്യർ ജനിച്ചത് കാലടി, എറണാകുളം ജില്ലയിൽ. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെട്ടതും ശങ്കരാചാര്യർ തന്നെയാണ്. മാമാങ്കം എത്ര ദിവസത്തെ ആഘോഷമായിരുന്നു? 30 ദിവസത്തെ. കടൽ മാർഗം കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡഗാമ. മാമാങ്കം ആദ്യം നടത്തിയത് വള്ളുവക്കോനാതിരി. 1498 കോഴിക്കോട് കാപ്പാട് വാസ്കോഡഗാമ വന്നിറങ്ങിയ കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോഡഗാമ എന്ന സ്ഥലം എവിടെയാണ്? ഗോവയിലാണ്. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ച് സൈന്യാധിപൻ്റെ പേരെന്താ? ഡിലിനോയ്. ബോൾഗാട്ടി കൊട്ടാരം ഏതു ജില്ലയിലാണ്? ബോൾഗാട്ടി പാലസ് എറണാകുളം. ബേക്കൽ കോട്ട ഏതു ജില്ലയിലാണ്? കാസർഗോഡ്. പ്രസിദ്ധമായ ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599. ഓടനാട് എന്നറിയപ്പെട്ടിരുന്ന നാട് ഏതാണ്? കായംകുളം. സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ്. INS കുഞ്ഞാലി എന്ന നാവിക പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിൽ. പ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച തിരുവിതാംകൂർ ദിവാൻ വേലിത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 21. വേലിത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത മണ്ണടി ഏതു ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിൽ. മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപം പഴശ്ശി കലാപം. പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവാരാണ്? തലയ്ക്കൽ ചന്തു. പഴശ്ശി രാജാവ് കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജാവ്. പറങ്കിപ്പട എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് KM പണിക്കർ. പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണെന്ന് ചോദിച്ചാലും KM പണിക്കരാണ്. പഴശ്ശി സ്മാരകം ഏതു ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. പഴശ്ശി ജലസംഭരണി കണ്ണൂർ. സ്വന്തം പേരിൽ നാണയമിറക്കിയ കേരളത്തിലെ ആദ്യ ഭരണാധികാരി ആരാണ്? രവിവർമ്മ കുലശേഖരൻ. സ്വന്തം പേരിൽ നാണയമിറക്കിയ ആദ്യത്തെ ഭരണാധികാരി, കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരി രവിവർമ്മ കുലശേഖരൻ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ ആദ്യത്തെ ഫാക്ടറി പണിതത് എവിടെയാണ്? വിഴിഞ്ഞം. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ഏക മലയാളി ജോൺ മത്തായി. കൊച്ചിയുടെ ശില്പി എന്നറിയപ്പെടുന്ന കൊച്ചി രാജാവ് ആരാണ്? ശക്തൻ തമ്പുരാൻ. കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗംഗാധര ലക്ഷ്മി. റാണി ഗംഗാധര ലക്ഷ്മി. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യ കാഴ്ച ബംഗ്ലാവ് സ്ഥാപിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി സ്ഥാപിച്ചതും സ്വാതി തിരുനാളാണ്. ആദ്യത്തെ കാലാവസ്ഥാ നിലയം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ. ആദ്യമായിട്ട് സെൻസസ് നടപ്പാക്കിയ ഭരണാധികാരിയും അദ്ദേഹമാണ്, സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടപ്പിലാക്കിയ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവനന്തപുരം ജില്ലയിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം നിർമ്മിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? ആയില്യം തിരുനാൾ. കേരളത്തിലെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ.
രാമപുരത്ത് വാര്യർ ആരുടെ കാലത്താണ് ജീവിച്ചിരുന്നത്? മാർത്താണ്ഡവർമ്മയുടെ. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ എന്നീ ചരിത്ര നോവലുകൾ രചിച്ചതാരാണ്? CV രാമൻപിള്ള. ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസനാണ്. ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം വിഭാവനം ചെയ്ത ദിവാൻ CP രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ ആലപ്പുഴ ജില്ലയിൽ നടന്ന ഐതിഹാസിക സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. ഏത് വർഷമാണ്? 1946. തിരുവിതാംകൂറിലെ ഏറ്റവും ഒടുവിലത്തെ ദിവാൻ PGN ഉണ്ണിത്താൻ. കയ്യൂർ സമരം നടന്നത് എവിടെയാണ്? കാസർഗോഡ്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VT ഭട്ടത്തിരിപ്പാട്. യാചനാ പദയാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് VT ഭട്ടത്തിരിപ്പാട്. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് കാൽനടയായിട്ട് പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. സത്യാഗ്രഹവും അതിൻ്റെ വർഷവും ഒക്കെ ഓർത്തിരിക്കാനായിട്ട് ഉള്ള കോഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ ഒന്ന് കാണുക. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പൻ. 1924 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് സവർണ ജാഥ അതിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതെന്നാണ്? 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം അറിയപ്പെടുന്നത് ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 1925. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1891. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ എന്ന മുഖവരയോടുകൂടി പ്രസിദ്ധീകരിച്ച പത്രം സ്വദേശാഭിമാനി പത്രമാണ്. കേരളൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയതാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ. 1948 ക്ഷയരോഗം മൂലം മരിച്ച മലയാള കവി ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. 1948 അദ്ദേഹം അന്തരിക്കുന്നത്. കുറിച്യർ ലഹള എന്നാണ് 1812. മലബാർ ലഹള 1921. അപ്പോൾ വാഗൺ ദുരന്തം 1921. നവംബർ 10 വാഗൺ ട്രാജഡി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവൽക്കരിച്ച വർഷം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? പട്ടം താണുപിള്ള. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂർ. വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം കൽക്കുളം. മലബാർ മാനുവൽ രചിച്ചതാരാണ്? വില്യം ലോഗൺ ആണ് മലബാർ മാനുവൽ രചിച്ചത്. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932. ആ കോഡ് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ നിവർത്തന പ്രക്ഷോഭം 1932 കോഡ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ച് ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ആംസ്റ്റർഡാം. തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരി. ഭാഷാ അടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ടത് 1956 നവംബർ 1. ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ശ്രീമൂലം പ്രജാസഭ നിലവിൽ വന്നത് 1904. തൊഴിലില്ലായ്മ വേതനം ഏർപ്പെടുത്തിയത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? AK ആൻ്റണി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പൻ. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത്. വിമോചന സമരത്തിൻ്റെ നേതാവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിൻ്റെ നേതാവ്. ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? C അച്യുത മേനോൻ. കേരളത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോൻ. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചതാരാണ്? സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനം കേരളമാണ്. വടക്കൻ പറവൂർ മണ്ഡലത്തിലാണ് ഉപയോഗിക്കുന്നത്. കുളച്ചൽ യുദ്ധം നടന്ന കുളച്ചൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിൽ. കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച ധനമന്ത്രി PK കുഞ്ഞ്.
സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളി. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോൻ. SNDPയുടെ നിലവിലെ മുഖപത്രം ഏതാ? യോഗനാഥം. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി. അപ്പോൾ SNDPയുടെ നിലവിലെ മുഖപത്രം യോഗനാഥം, സാധുജന പരിപാലന സംഘത്തിൻ്റേത് സാധുജന പരിപാലിനി, NSSൻ്റേത് സർവീസ്. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ മുഖപത്രം ഏതാ? ആദിയാർ ദീപമാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ മുഖപത്രം. യോഗക്ഷേമ സഭയുടെ മുഖപത്രമോ? മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. കേരള പുലയ മഹാസഭയുടെ മുഖപത്രം നയലഭം. നയലഭമാണ് കേരള പുലയ മഹാസഭയുടെ മുഖപത്രം. വിദ്യാഭോഷിണി എന്ന സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സ്ത്രീ വിദ്യാഭോഷിണി എന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. സ്ത്രീ വിദ്യാഭോഷിണി എന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. വിദ്യാഭോഷിണി എന്ന സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. ആനന്ദ മഹാസഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ ആരംഭിക്കുന്നത് 1918 ആത്മബോധോദയ സംഘം സ്ഥാപിക്കുന്നത് ആരാ? ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിക്കുന്നത്. അതിൻ്റെ ആസ്ഥാനം ചെറുകോലാണ്, മാവേലിക്കര ചെറുകോലാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 വാഗൺ ട്രാജഡി നമ്മൾ പറഞ്ഞു 1921 നവംബർ 10. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ TS ഹിച്ച്കോക്ക്. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? KPR ഗോപാലൻ. പട്ടിണിജാഥ നയിച്ച നവോത്ഥാന നായകനോ? അത് AK ഗോപാലൻ. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി KP ഗോപാലൻ. അപ്പോൾ തെറ്റിപ്പോരുത്. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് KPR ഗോപാലനാണ്. ആദ്യത്തെ വ്യവസായ മന്ത്രി KP ഗോപാലനാണ്. പട്ടിണിജാഥ നയിച്ചത് AK ഗോപാലനാണ്. ക്ലിയർ. തേജസ്വിനി നദി എന്നറിയപ്പെടുന്നത് കരിയങ്കോട് നദിയാണ്. തേജസ്വിനി നദി എന്നറിയപ്പെടുന്നത്. കയ്യൂർ സമരം നടന്ന നദീതീരമാണ് കരിയങ്കോട് നദി, കാസർഗോഡ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രി ആരാണ്? EK നയനാർ. കൊച്ചിയിലും മലബാറിലും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942. മലബാർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനോടനുബന്ധിച്ച് നടന്ന സംഭവം കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ഡോക്ടർ KB മേനോൻ. അന്ന് അറസ്റ്റിലായപ്പെട്ട എത്ര പേരാണ്? 27 പേരാണ് അന്ന് കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റിലാകുന്നത്. ഇന്ത്യയിലെ ഐക്യത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത കലാപം വൈക്കം സത്യാഗ്രഹമാണ്. എന്നാൽ നടക്കുന്നത് 1924 മാർച്ച് 30 ആരംഭിക്കുന്നത്. ആരംഭിച്ച വ്യക്തികൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരാണ് ആരംഭിക്കുന്നത്. പ്രധാന നേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ TK മാധവൻ, KP കേശവമേനോൻ. അന്ന് ഐക്യത്തിനെതിരായിട്ട് TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കാക്കിനാട് സമ്മേളനം 1923. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. എന്നാൽ അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി സേതുലക്ഷ്മി ഭായിയാണ്. സവർണ ജാഥ ആരംഭിച്ചത് 1924 നവംബർ 1 നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാരാണ്? ME നായിഡു ആണ്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ME നായിഡു. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായ്. ശുചീന്ദ്രം സത്യാഗ്രഹം അതിൻ്റെ പ്രധാന നേതാവാരാണ്? ഡോക്ടർ ME നായിഡു. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതി ഐതരേയ ആരണ്യകമാണ്. കേരളത്തിനെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതി. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. ഒന്നുകൂടി പറയാം. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതി ഐതരേയ ആരണ്യകം. സംക്ഷേപ വേദാർത്ഥം എന്താ? മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതിയുണ്ട്. ഏതാണത്? രഘുവംശമാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതി. തീർത്തും ഒരു ബൗദ്ധകാവ്യമായി അറിയപ്പെട്ട തമിഴ് കൃതി ഏതാണ്? മണിമേഖല. ആരാണ് ആ കൃതി എഴുതുന്നത്? സാത്തനാറാണ് മണിമേഖല എഴുതുന്നത്. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ട്. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ട്. ചിലപ്പതികാരം രചിച്ചതാരാ? ഇളങ്കോവടികളാണ് ചിലപ്പതികാരം രചിക്കുന്നത്. സംഘകാല കൃതിയായ 10 ക്രോഡീകരിച്ചത് കപിലറാണ്.
സംഘകാല കൃതിയായ പതിറ്റുപ്പത്ത് ക്രോഡീകരിച്ചത് ആരാണ്? കപിലറാണ്. തൊൽക്കാപ്പിയം രചിച്ചത് തൊൽക്കാപ്പിയർ. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി മധുരൈ കാഞ്ചി. ഒന്നുകൂടി പറയാം, ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി മധുരൈ കാഞ്ചിയാണ്. ജൈനമതത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ചിലപ്പതികാരമാണ്. കണ്ണൂരിലെ ഏഴിമലയെപ്പറ്റി പ്രതിപാദിക്കുന്ന കൃതി മൂഷക വംശമാണ്. കേരളത്തെപ്പറ്റി പരാമർശിക്കുന്ന കാളിദാസ കൃതി രഘുവംശം. ഒന്നുകൂടി പറയാം, ഓണത്തെക്കുറിച്ചുള്ളത് മധുരൈ കാഞ്ചി, ജൈനമതത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് ചിലപ്പതികാരം, കണ്ണൂരിലെ ഏഴിമലയെപ്പറ്റി പ്രതിപാദിക്കുന്ന കൃതി മൂഷക വംശം, കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതി രഘുവംശം. ക്ലിയർ ആണല്ലോ. മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയതാരാണ്? ഉറൂബാണ് എഴുതിയത്. പുന്നപ്പറ വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതാ? ഉലക്ക. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന. കയ്യൂർ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് വി കുഞ്ഞമ്പു. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയും കോഡ് ഉൾപ്പെടെയുള്ളതുണ്ട്, ചാനലിൽ കാണണം. അപ്പോൾ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. ഒന്നാം കേരള നിയമസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം ഒരാൾ, KR ഗൗരിയമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായ വ്യക്തി ആരാണ്? ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായ വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി VS അച്യുതാനന്ദനാണ്. കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി റോസമ്മ പുന്നൂസാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ മന്ത്രി K മുരളീധരൻ. ഒരു ചോദ്യം കൂടി പഠിക്കാം. കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി AK ആൻ്റണിയാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത് AK ആൻ്റണി. EMSൻ്റെ ആത്മകഥ ഏതാണ്? ആത്മകഥ എന്ന് തന്നെയാണ് EMSൻ്റെ ആത്മകഥയുടെ പേര്. 1.25 കോടി മലയാളികൾ എന്ന കൃതി ആരുടേതാണ്? അദ്ദേഹത്തിൻ്റെ തന്നെയാണ്, EMSൻ്റെയാണ് 1.25 കോടി മലയാളികൾ എന്ന പുസ്തകവും. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? C അച്യുതമേനോനാണ് കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? R ശങ്കറാണ് കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ളയാണ് രണ്ടാമത്തെ മുഖ്യമന്ത്രി. കേരള മുഖ്യമന്ത്രി ആയ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി പട്ടം താണുപിള്ളയാണ്. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഹ്വാനം ചെയ്തതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഗായത്രി മന്ത്രം ഏത് വേദത്തിലാണുള്ളത്? ഋഗ്വേദം. ഏറ്റവും ബൃഹത്തായ വേദം അഥർവവേദം. വേദങ്ങൾ രചിക്കപ്പെട്ടുള്ളത് ഏതു ഭാഷയിലാണ്? സംസ്കൃതം. മരിച്ചവരുടെ കുന്ന് അല്ലെങ്കിൽ മല എന്നറിയപ്പെടുന്ന സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? മോഹൻജദാരോ. ഹാരപ്പ, മോഹൻജദാരോ എന്നീ സിന്ധു നദീതട കേന്ദ്രങ്ങൾ, ആ പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ്? പാകിസ്ഥാനിൽ. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതം. ചാതുർവർണ്ണയത്തെ, അതായത് ജാതി വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ വേദം ഋഗ്വേദമാണ്. സംഗീതത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് സാമവേദം. ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് യജുർവേദം. ആയുർവേദം ഏത് വേദത്തിൻ്റെ ഉപവേദമാണ്? അഥർവവേദത്തിൻ്റെ. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന് പറയുന്നത് ഏതു വേദത്തിലാണ്? അഥർവവേദത്തിലാണ്. ഹിന്ദു സങ്കല്പം അനുസരിച്ചുള്ള പുരാണങ്ങൾ എത്രയാണ്? 18. ഉപനിഷത്തുകൾ 108. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നുള്ളതാണ്? മുണ്ടകോപനിഷത്തിൽ നിന്നുള്ളതാണ്. എത്ര ഇതിഹാസങ്ങളുണ്ട്? 2. ഏറ്റവും പഴക്കമുള്ള ഇതിഹാസം രാമായണം. ഏറ്റവും വലിയ ഇതിഹാസം മഹാഭാരതം. മഹാഭാരതത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഭഗവത്ഗീത. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ട് കോട്ട സ്ഥാപിച്ചത് 5 തെങ്ങ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമം റെഗുലേറ്റിംഗ് ആക്ട് 1773. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ കോട്ട സെൻറ്റ് ജോർജ് കോട്ട, മദ്രാസിൽ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവം ഏതായിരുന്നു? സന്യാസി കലാപം. ഗോത്രവർഗ കലാപമായ കോലി കലാപം നടന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം സാന്താൾ കലാപം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാൾ. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ശ്യാംജി കൃഷ്ണവർമ്മ. ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടന എന്നറിയപ്പെടുന്നത് ഏതാണ്? അനുശീലൻ സമിതി.
ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന വ്യക്തി ആരാണ്? JB കൃപലാനി. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യ ഹോം റൂൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അയർലൻഡിൽ നിന്ന്. ഏത് സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഗാന്ധിജി ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത്? ചൗരി ചൗര. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ആരാണ്? MN റോയ്. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട 1911 കൽക്കത്ത INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? BN ധർ ആയിരുന്നു. ചരിത്രപ്രസിദ്ധമായ 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? AC മജുംദാർ. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഗാന്ധിജിയാണ്. ഗാന്ധിജിയെ കൂടാതെ 1940 ഗാന്ധിജി അന്തരിച്ചത് 1948. അദ്ദേഹത്തെ കൂടാതെ 1948 അന്തരിച്ച നേതാവ് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് AO ഹ്യൂം. INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെയാണ്. 1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് വേദിയായത് ഡൽഹിയാണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് മഹാത്മാഗാന്ധിജി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപം 1921 നടന്ന മലബാർ കലാപമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് അത് ഏത് വർഷമാണ്? 1920. റൗലത്ത് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലത്ത് ആക്ട്. റൗലത്ത് നിയമമാണ്. ഗാന്ധിജിയുടെ റൗലത്ത് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് ബോംബെയിലാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1919 ഏപ്രിൽ 13 അമൃത്സറിലാണ്. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 7. ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 6. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പേരിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച ആദ്യ വനിത രുക്മിണി ലക്ഷ്മിപതി. ഗാന്ധിജി അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? അബ്ബാസ് തിയാബ്ജിയാണ്. ഗാന്ധിജി അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? C രാജഗോപാലാചാര്യാണ്. രഘുപതി രാഘവ രാജാറാം എന്ന ഗീതത്തിന് ഈണം നൽകിയത് ആരാണ്? വിഷ്ണു ദിഗംബർ പലുസ്കറാണ്. വിഷ്ണു ദിഗംബർ. തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ്? ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലി. ഗാന്ധിജിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട സ്ഥലം ഏതാണ്? ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലാകുന്നത് 1942 ഓഗസ്റ്റ് 9 നിന്നാണ്. പ്രീവിയസ്ലി ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് PSCയുടെ ഉത്തരം 1942 ഓഗസ്റ്റ് 8 എന്നാണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷം 1942. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടാകുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാകാൻ കാരണം ക്രിപ്സ് മിഷന്റെ പരാജയമാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക നമ്മൾ പറഞ്ഞു അരുണ അസഫ് അലി. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡിലിയുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, BR അംബേദ്കർ. താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ് ഉത്തരം. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗ് പ്രതിഷേധ സമരത്തിൽ ഒത്തുചേർന്നത്? റൗലത്ത് നിയമം. വിധിയുമായി ഒരു കൂടിക്കാഴ്ച
ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റുവിൻ്റെ അവിസ്മരണീയമായ പ്രസംഗമാണ് വിധിയുമായൊരു കൂടിക്കാഴ്ച. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇതാരുടെ പ്രഖ്യാപനമാണ്? സുഭാഷ് ചന്ദ്ര ബോസ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? VP മേനോൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സംവാദ് കൗമുദിയാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? അഹമ്മദാബാദ്. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം പയ്യന്നൂർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. എന്നായിരുന്നു 1936. പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, സംക്ഷേപ വേദാർത്ഥം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷവും നമ്മൾ പറഞ്ഞു, 1946. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ഫസൽ അലി. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കാൺപൂർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? റാണി ഝാൻസി റെജിമെന്റ് എന്നാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന സംഭവം റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത് അത് നമ്മൾ പഠിച്ചു, 1949. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി C. ശങ്കരൻ നായർ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവൻ. ആധുനിക കാലത്തെ അത്ഭുതം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആധുനിക കാലത്തെ അത്ഭുതം എന്ന മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി ബംഗാൾ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഉത്തരം കൃത്യമായിട്ട് പഠിച്ചു തന്നെ പോകണം. AK ഗോപാലൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു AK ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ. ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്നത്? നർമ്മദ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ. നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? മേധാ പട്കർ. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? തെന്മലയിലാണ്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഡെക്കാൻ പീഠഭൂമി. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിൽ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കുഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കൊറമണ്ടൽ തീരം. ഏതു മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി അവാർഡ്? വനസംരക്ഷണം. ഏതു മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി അവാർഡ്? വനസംരക്ഷണം. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് നമ്മൾ പറഞ്ഞു, തെന്മല. പ്രോജക്റ്റ് എലിഫൻ്റ് ആരംഭിച്ച വർഷം 1992. ഇന്ത്യയിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ചെന്നൈയാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്നത് ഏത് പ്രദേശത്തു കൂടിയാണ്? അലഹബാദിലൂടെ. ഇടിമിന്നലിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഭൂട്ടാൻ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ ദ്വീപാണ് ഏക സജീവ അഗ്നിപർവ്വതം. പ്രസിദ്ധമായ പുഷ്കർ തടാകം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിൽ. മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി ഏതാണ്? ലൂണി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി. ആസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. ബീഹാറിൻ്റെ ദുഃഖം കോസി. ഒഡീഷയുടെ ദുഃഖം പറഞ്ഞു മഹാനദി. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്.
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിമിൽ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്? 5.5 മണിക്കൂർ. ഏപ്രിൽ പകുതിയോടെ കർണാടക കൊങ്കൺ തീരങ്ങളിൽ പെയ്യുന്ന മഴ അറിയപ്പെടുന്ന പേരെന്താണ്? മാംഗോ ഷവർ. ഇന്ത്യയിലെ പ്രധാന മഴക്കാലം ഏതാണ്? ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ. ഏറ്റവും ചെറിയ നദി അമേരിക്കയിലാണ് റോ നദി. ഏറ്റവും ആഴം കൂടിയ നദി സെയർ നദി. ഏറ്റവും വലിയ നദി ആമസോൺ, തെക്കേ അമേരിക്കയിലെ ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ടോളമി. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഭൗമകേന്ദ്ര സിദ്ധാന്തം. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 km/s. ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണവേഗതയുള്ളത് ഭൂമധ്യ രേഖയിലാണ്. ഭൂമിക്ക് ഏറ്റവും കുറവ് ഭ്രമണവേഗതയുള്ളത് ധ്രുവങ്ങളിൽ. ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകുവാനുള്ള കാരണം ഭൂമിയുടെ പരിക്രമണം. രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം ഭൂമിയുടെ ഭ്രമണം. കേരള വനംവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം 1998. കേരള വൃക്ഷ സംരക്ഷണ നിയമം വന്നത് 1986. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാടാണ്, തിരുവനന്തപുരം. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? എൻ്റെ മരം. എൻ്റെ മരം എന്നത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ്. വഴിയോര തണൽ എന്ന പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2009 ജൂൺ 5. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? വോൾഗ. യൂറോപ്പിൻ്റെ ദേശീയ നദിയും വോൾഗയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദി യാങ്സി. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഹൊയാങ്ഹോ ആണ്. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും ഹൊയാങ്ഹോ ആണ്. അതുപോലെ ഓസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടിയ നദി മുറേ ഡാർലിംഗ്. പാകിസ്ഥാൻ്റെ ദേശീയ നദി സിന്ധു. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഡാന്യൂബാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി നൈലാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ കൂടി ഒഴുകുന്ന നദി നൈൽ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിൽ കൂടി ഒഴുകുന്ന നദി ഡാന്യൂബ്. ലോകത്തിലെ ഏറ്റവും ഭീമമായ സജീവ അഗ്നിപർവ്വതം മോണോലോവ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ. ആൻഡമാൻ ദ്വീപുകൾക്ക് സമീപം ആൻഡമാൻ സമുദ്രത്തിലാണ് ബാരൻ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധ സജീവ അഗ്നിപർവ്വതമായ ഫ്യൂജിയാമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജപ്പാനിലാണ്. അഗ്നിപർവ്വതങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും ജപ്പാനാണ്. സജീവ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഏക വൻകര ഏതാണ്? ഓസ്ട്രേലിയയാണ് സജീവ അഗ്നിപർവ്വതങ്ങളില്ലാത്ത ഏക വൻകര. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡാണ്. 1000 തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ്. 10,000 തടാകങ്ങളുടെ നാട് മിന്നസോട്ടയാണ്, USA മിന്നസോട്ട. 10,000 തടാകങ്ങളുടെ നാട് മിന്നസോട്ട, USA. ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം കാനഡ. അപ്പം 1000 തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ്, 10,000 തടാകങ്ങളുടെ നാട് മിന്നസോട്ട. ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം കാനഡ. പഞ്ചമഹാതടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് USA. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഉദയ്പൂരാണ്. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ വിശുദ്ധ തടാകം എന്നറിയപ്പെടുന്നത് ടിബറ്റിലെ മാനസ സരോവറാണ്. ലോകത്തിലെ വിശുദ്ധ തടാകം എന്നറിയപ്പെടുന്നത് ടിബറ്റിലെ മാനസ സരോവർ. തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്നത് മെസഡോണിയയാണ് തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും നാട് എന്ന് അറിയപ്പെടുന്നത്. ഈജിപ്തിൽ നൈൽ നദിക്ക് കുറുകെ അസ്വൻ അണക്കെട്ട് കെട്ടിയത് മൂലം രൂപീകൃതമായ തടാകം ഏതാണ്? നാസർ തടാകം. തടാകങ്ങളുടെ ശാസ്ത്രീയ പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ലിംനോളജി. തടാകങ്ങളുടെ ശാസ്ത്രീയ പഠനം ലിംനോളജി. ഏറ്റവും വലിയ തടാകം ഏതാണ്? കാസ്പിയൻ തടാകമാണ് ഏറ്റവും വലിയ തടാകം. എന്നാൽ ഏറ്റവും പഴക്കമുള്ള തടാകം ബേക്കൽ തടാകം. റഷ്യയിൽ ബേക്കൽ തടാകമാണ് ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും ആഴമേറിയതും ബേക്കൽ തടാകമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ടിറ്റിക്കാക്ക. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ടിറ്റിക്കാക്ക. ഭൂഗർഭ തടാകം എന്നറിയപ്പെടുന്നത് ഏതാണ്? വോസ്റ്റോക്ക് തടാകം. അന്റാർട്ടിക്കയിലുള്ള വോസ്റ്റോക്ക് തടാകമാണ് ഭൂഗർഭ തടാകം എന്ന് അറിയപ്പെടുന്നത്. ശുദ്ധജല തടാകമായ ഗലീലി കടൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇസ്രയേലിലാണ് ശുദ്ധജല തടാകമായ ഗലീലി കടൽ സ്ഥിതി ചെയ്യുന്നത്.
പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമേരിക്ക, കാനഡ രാജ്യങ്ങളിലായിട്ടാണ് പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പഞ്ചമഹാതടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് USA ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. ദക്ഷിണായ രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദി ഏതാണ്? ലിംപോപ്പോ നദിയാണ് ദക്ഷിണായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദി. വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി നമ്മൾ പറഞ്ഞു, മിസോറി, മിസിസിപ്പിയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദി ഏതാണ്? കോങ്കോ നദിയാണ് ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദി. ലിംപോപ്പോ എന്താ? ദക്ഷിണായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദിയാണ് ലിംപോപ്പോ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.